ഇന്ത്യയിൽ എവിടെയും ഇവരുടെ ഒരു വർഗ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. തീർന്നു. ഇങ്ങനെയാണ് കോൺഗ്രസ് ഇന്ത്യയിൽ മൊത്തത്തിൽ തീർന്നത്. അപ്പോൾ ഇവിടെ UDF-നകത്ത് ബാക്കി ഘടകകക്ഷികൾ ദൈവമേ പിന്നെ തമ്പുരാനെ ഇങ്ങനെ കിടന്ന് അടിച്ചാൽ നമുക്ക് എങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടും? ഒന്നും ലീഗിന് ഒരിക്കൽ കൂടെ ഭരണത്തില്ലെങ്കിൽ ആലോചിക്കാൻ വയ്യാത്ത കാര്യമാണ് ലീഗിന്. അപ്പോൾ ലീഗ് കുഞ്ഞാലിക്കുട്ടി ഇത് കീറാമുട്ടികളാണ്. ഒരാളെ പിടിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. അപ്പം ലീഗുണ്ട്. എന്തിന് വാലിട്ട് നിൽക്കുന്ന ഷിബു ബേബി ജോൺ വരെ പ്രശ്നത്തിലാണ്. ഷിബു ബേബി ജോൺ വരെ എൻ്റെ പൊന്നെ ഇവനെയൊക്കെ കാരണം നിവർത്തിയില്ലല്ലോ. ഈ രീതിയിലാണ് കാര്യം പോകുന്നത്. കാര്യം പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവരാൻ PA ജോസഫ് ക്ഷണിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി കോടികൾ കൊടുത്താണ് രാജ്യസഭയിൽ ഒരു സീറ്റ്, CPM-ന് കോടികൾ കൊടുത്താണ് രാജ്യസഭയിൽ ഒരു സീറ്റ് ഒപ്പിച്ചിരിക്കുന്നത്. ആ കോടികളുടെ പലിശ പോലും അദ്ദേഹത്തിന് ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റി കാണില്ല. അപ്പോഴാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചെന്നിട്ട് ജോസഫ് വിളിച്ചിരിക്കുന്നത്, എടേ മക്കളെ വാടാ നമുക്ക് ഒരുമിച്ച് നിൽക്കാടാണ്. അപ്പം വരാമെന്നൊരു അർത്ഥം മനസ്സിലെങ്കിൽ ഇനി ഇങ്ങനെ പോകും. ഈ അടി തീർന്നാലേ പറ്റും. ഈ അടി ഇങ്ങനെ കാണും, ജെന്യൂനായിട്ട് കാണും. ഇപ്പോൾ VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സെൽഫിഷായ ഒരു നേതാവില്ല. VD സതീശനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ സോളാർ അഴിമതി കേസ് വന്നു. സോളാർ അഴിമതി കേസ് വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ എന്തുമാത്രം ഗെയിം കളിച്ച ഒരാളെന്നറിയാവും. പിറകത്തിൽ നിന്ന് കുത്തിയ ആളാണ്. കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ധനകാര്യമന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു. ഉമ്മൻചാണ്ടി ആരെ? VD സതീശൻ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നിരീക്ഷിക്കാൻ ഇത്രയും പാഠമുള്ളൊരു നേതാവ് വേറെ ഇല്ല. നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷണ പാഠം. രാഷ്ട്രീയക്കാരന് ഒരു അകക്കണ്ണുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് എപ്പോഴും ഒരു അകക്കണ്ണ് വേണം. അകക്കണ്ണില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ആ അകക്കണ്ണിൽ അദ്ദേഹം കണ്ടു. ആരെ? ഉമ്മൻചാണ്ടി കണ്ടു. VD സതീശനെ ഒന്നും ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ അദ്ദേഹം നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നില്ല? അദ്ദേഹത്തിൻ്റെ മകൻ എന്താ ക്വാളിഫിക്കേഷൻ അല്ലേ? ഡൽഹിയിൽ പഠിച്ചു കിടന്നൊരു പയ്യനാണ് ചാണ്ടി ഉമ്മൻ. എന്നിട്ട് ഈ ചാണ്ടി ഉമ്മനെ അദ്ദേഹം NSU-ൻ്റെ വല്ലതും ആക്കിയോ? നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ, KSU അല്ല, നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ എന്തെങ്കിലും ആക്കിയോ?